ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് നയനയും കൂടെ നയനയുടെ വീട്ടിൽ ചെല്ലുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദനും കനകയും എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. അത് കഴിയുമ്പോഴേക്കും ഇവരെല്ലാം കൂടെ ആദർശിനെ നയനയോടെ വീട്ടിലോട്ട് വിളിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇവരെ ഒരുമിച്ച് കാണുമ്പോഴത്തേക്കും ഗോവിന്ദനൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും അകത്ത് വന്നു കഴിയുമ്പോൾ അവരോട് പറയുവാണ്, 2 ആഴ്ചത്തേക്കുള്ള പലഹാരങ്ങളെല്ലാം അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, പണ്ടിങ്ങനെ യാത്ര പോകുമ്പം അമ്മയും ഇളയമ്മയും കൂടെ ആയിരുന്നു എല്ലാം ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഈ യാത്ര അവർക്ക് അത്ര സന്തോഷമൊന്നും അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് നന്നായി എന്നുള്ള രീതിയിൽ ആദർശം പറയുവാണ്. അതേസമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട് നയനയോട്, പോയിട്ട് വരുമ്പോൾ ചേച്ചി എനിക്ക് എന്താ മേടിച്ചുകൊണ്ട് വരുന്നത്, എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടേ രണ്ടുപേരും വരാവുള്ളൂ എന്നൊക്കെ ചെറുതായിട്ട് കളിയാക്കി പറയുമോ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കനകയും ഗോവിന്ദനും പറയുകയാണ്, എന്തായാലും എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പോയിട്ട് വന്നു കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സന്തോഷ വാർത്തയും ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനെ ലാളിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയനയും കൂട്ടിക്കൊണ്ട് കനക അടുക്കളയിലേക്ക് പോവാം കേട്ടോ. അതേസമയത്ത് ആദർശിനോട് ഗോവിന്ദൻ സംസാരിക്കുവാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നവ്യമോളുടെ കാര്യം ഓർത്താണ് ഇപ്പോൾ എനിക്കൊരു വിഷമം. പണ്ടും വിഷമിച്ചൊക്കെ നവ്യയെ ഓർത്താണ്, ഒരിക്കലും നയനെ ഓർത്ത് വേദനിക്കേണ്ട വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് നയനമോളുടേത്. നിങ്ങൾ എന്നേലും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദനോട് ആദർശ് പറയാണ്, അത് ശരി അച്ഛൻ പറഞ്ഞത്, നയനയ്ക്ക് നല്ല മനസ്സാണ്. ഞാനിപ്പോൾ അവളെ മനസ്സിലാക്കി ഒരുപാട്. ഇനി നിങ്ങളാരും പേടിക്കുന്ന പോലെ ഉറപ്പായിട്ട് ഞാൻ അവളെ ജീവിതത്തിൽ ഒറ്റയ്ക്കാക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നെ കാണിക്കുന്നത് അനാമികേനെയാണ് കേട്ടോ. അനാമിക ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും രേവതി വീട്ടിലോട്ട് വരുവാണ്. രേവതിയെ കാണുമ്പോഴത്തേക്കും അനാമിക പറയാണ്, ഓ അമ്മ വന്നല്ലോ, എന്തായാലും നന്നായി. അവൾ അങ്ങനെ എന്നെ താത്തി കെട്ടിയിട്ട് ഹണിമൂൺ ട്രിപ്പിന് പോകണ്ട. അമ്മ എന്തേലും പറഞ്ഞ് ആ ട്രിപ്പൊന്ന് പൊളിച്ച് കൈ തരണമെന്ന് പറയുമോ കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിനല്ലേ ഞാൻ വന്നേക്കുന്നത്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ചിലപ്പോൾ അവളായിരിക്കുമല്ലോ പോകണമെന്ന് പറഞ്ഞേ, കിളവനും കിളവിയും കൂടെ ആയിരിക്കും പറഞ്ഞു വിടുന്നത്. വയസ്സാങ്കാലത്ത് ഓരോരോ ആഗ്രഹങ്ങൾ കിളവൻ്റെയും കിളവിയുടെയും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെയും കിളവനെയും കിളവിയും കൂടെ തട്ടണം എന്നുള്ളത്. അല്ല നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അന്ന് തന്നെ കണ്ടില്ലേ, ആഗ്രഹം എഴുതിയിടാൻ പറഞ്ഞു, എന്നിട്ട് അവസാനം എല്ലാ ആദർശിൻ്റെയും നയനയുടെയും പേരിലോട്ടാണത്രേ. അതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാര്യങ്ങളും എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം ഇവിടെ എത്ര കാലം സേഫാണെന്നൊന്നും പറയാൻ പറ്റുമല്ല. ആ മൂർത്തി എന്ന് പറയുന്ന മനുഷ്യൻ സത്യം അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങേറെ സ്വഭാവം ഇതൊന്നും ആയിരിക്കുമല്ല. അതുമാത്രമാണോ, ഇപ്പം നിന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന നിൻ്റെ അമ്മായിയമ്മയും ആദർശിൻ്റെ അമ്മയൊക്കെ എടുത്ത് നമ്മളെ താഴോട്ടിടും. അതിനു മുമ്പ് എങ്ങനെയും അവരെ രണ്ടിനെയും പരലോകത്തോട്ട് അയച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യം നടത്തിയെടുക്കണം എന്നിങ്ങനെ പറയുക കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ദേവയാനിയും ജാനകിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെയൊന്നും അല്ല, ആദർശ് ഇപ്പോൾ ആകെ മാറിപ്പോയി. എന്തായാലും അവളുടെ കൈവശം നന്നായിട്ട് ഏൽക്കുന്നുണ്ട്. ഒരുത്തവളെയും കൂടി കയറ്റാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ ദേഷ്യം മാത്രം ഇപ്പം നമ്മളോട് ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ രേവതി അങ്ങോട്ട് വരുന്നത്. അപ്പോഴേക്കും രേവതിയെ കാണുമ്പോഴേക്കും ദേവയാനി ജാനകിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. ചോദിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയാണ്, നിൽക്കുന്നൊന്നും ശരിയല്ലല്ലോ, പിന്നെ മോക്കിപ്പോൾ ആകെ പരിഭവം പരാതിയും അതുകൊണ്ട് വന്നാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും രേവതി പറയാണ്, അല്ല വേറൊന്നുമല്ല, ആദർശിൻ്റെ നയനയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായല്ലോ. പക്ഷേ അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളും. അനിയാണെങ്കിൽ മോളോട് എവിടെയെങ്കിലും പോകാം എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മോക്കാകെ പരിഭവം. പിന്നെ ഞാനും വേണുവേട്ടനും എന്തായാലും അനിയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്നിങ്ങനെ പറയുമോ കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി വരാണ്, എന്ത് പറയാനാ, ഇപ്പോൾ ഓരോ തലതിരിവാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അതിനൊക്കെ കാരണം ആ നയനയും, അവളെ ഞാനങ്ങനെ സന്തോഷിക്കാൻ അനുവദിക്കില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് രേവതി പറയുകയാണ്, അത് ശരിയാണ്, പക്ഷേ അവർ പോകുന്നതിലൊന്നും കുഴപ്പമില്ല, പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറയുകയാണ്. പക്ഷേ ഇവിടെ വയ്യാതെ മുത്തശ്ശൻ ഇരിക്കുമ്പോൾ തന്നെ പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇത് മണ്ഡലകാലമൊക്കെ അല്ലേ, മുത്തശ്ശനോട് അത്രയും സ്നേഹം ഉണ്ടെന്നുള്ള ആൾക്കാർ വ്രതമെടുത്ത് ശബരിമലയ്ക്കൊക്കെ അല്ലേ പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അത്തേ കയറി പിടിക്കുവാണ് ജാനകിയും. ജാനകി പറയുകയാണ്, അത് ശരിയാ, ഇവിടുന്ന് എല്ലാവരും വൃശ്ചിക മാസത്തിൽ ശബരിമലയ്ക്ക് പോകാറുള്ളതാണ്.
എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവേനയും പറയുന്നുണ്ട് അത് നേരാ, പക്ഷേ 41 ദിവസമൊന്നും നോയമ്പെടുത്ത് ആരും പോകാറില്ല, കൂടിപ്പോയാൽ 10 ദിവസം അത്രയൊക്കെ ഉള്ളൂ എന്നിങ്ങനെ പറയുമോ കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി ഇങ്ങനെ പറയാണ്, അല്ല നാളെ ഇപ്പോൾ ട്രിപ്പ് പോകാനിരിക്കുമ്പം എന്തായാലും 41 ദിവസത്തെ വ്രതം എടുത്ത് പോകാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും ജാനകി പറയാണ്, അങ്ങനെ പോകണമെങ്കിൽ, അങ്ങനെ ഈ ട്രിപ്പ് മുടങ്ങണമെങ്കിൽ അങ്ങനെ പോകണമെന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറയണം എന്ന് ദേവയാനിയോട് പറയും കേട്ടോ. അപ്പോൾ ദേവയാനിയും പറയാണ്, ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ള രീതി പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദനോടും കനകയോടൊക്കെ യാത്ര പറഞ്ഞ് നയന വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വഴിക്ക് വന്നിട്ടേ പോവുള്ളൂ വീട്ടിലോട്ട് എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് അവരങ്ങ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കനക പറയാണ്, നവ്യമോളുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ വിഷമമുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, ഇത്രയും നാളത്തെ പോലെയല്ല, ആദർശം നയനെ ഇപ്പോൾ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി, അതുകൊണ്ട് ഇനി അവരവളുടെ കാര്യം നോക്കിക്കോളും, അതുകൊണ്ട് വേറെ ഒന്നും ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട, നീ ഇപ്പോൾ സമാധാനപ്പെട് എന്ന് പറയും കേട്ടോ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നന്ദുവും പറയുന്നുണ്ട്, അത് ശരിയാമ്മേ, ചേച്ചി ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ സന്തോഷമൊക്കെയാണ് ചേച്ചിക്ക് ഇപ്പോൾ കിട്ടുന്നേ എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് ആദർശം നയനയും കൂടെ തിരിച്ച് അനന്തപുരിയിൽ എത്തുവാണ് കേട്ടോ. എത്തുമ്പോഴത്തേക്കും കയ്യിലെ കവറൊക്കെ കാണുമ്പോൾ ജാനകിയും ദേവയാനിയും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ഇതൊക്കെ. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഇതിപ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഫുഡ് സാധനമൊക്കെയാണ്, ട്രിപ്പ് പോവല്ലേ അതുകൊണ്ട് തന്നു വിട്ടാന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, നീ തന്നെ തീരുമാനിച്ചാൽ മതിയോ, എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മുത്തശ്ശന് വയ്യാതിരുന്നപ്പം നിന്നെ ശബരിമലയ്ക്ക് വിട്ടേക്കാം എന്നുള്ളത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതിനെന്താ, അച്ഛനും വലിയച്ഛനൊക്കെ പോകുന്നതല്ലേ, ആ കൂടെ ഞാനും പോവാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. നയനം പറയുകയാണ്, അത് ശരിയാ, മുത്തശ്ശന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അസുഖം ഭേദമാകുമെന്ന് പറയാം. ഇതൊക്കെ പുറകിൽ നിന്ന് മാറി അനാമിക കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയുകയാണ്, അങ്ങനെ എല്ലാ തവണത്തെ പോലെ 10 ദിവസം നോയമ്പെടുത്ത് പോയാൽ പോരാ, 41 ദിവസം നോയമ്പെടുക്കണം, അതുകൊണ്ട് എന്തായാലും നാളത്തെ ട്രിപ്പ് പോകുന്ന പരിപാടിയൊന്നും നടക്കില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആദർശ് ദേവേനോട് പറയണം, ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, അവൻ പറഞ്ഞ കേട്ടില്ലേ ഇടത്തി, അവൻ ആലോചിക്കട്ടെ എന്ന് വെച്ചാൽ അവനിപ്പോൾ താല്പര്യമില്ല, അവന് ഹണിമൂൺ ട്രിപ്പ് പോകാനാണ് ഇപ്പോൾ താല്പര്യം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി പറയും, ഇങ്ങനെ ആദർശനെ നോക്കുക കേട്ടോ. ആദർശനെ നോക്കാൻ നേരത്ത് നയന പറയുന്നുണ്ട്, എന്താ ആദർശേട്ടായി പറയുന്നത്, മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ, അമ്മയ്ക്ക് അങ്ങനെ ഒരു നേർച്ചയുണ്ടെങ്കിൽ ആദർശേട്ടൻ എന്തായാലും പോയേ പറ്റുള്ളൂ, ഇനി ആദർശേട്ടൻ ഇനി ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ ഇനി ആദർശേട്ടൻ ശബരിമലയ്ക്ക് പോയിട്ട് വരാണ്ട് ഇനിയിപ്പം എങ്ങോട്ടും ഇല്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് നയനെ അവിടെ നിന്ന് പോവാണ്. തൊട്ട് പറയാൻ ആദർശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, നേരെ പോവുക. അത് കഴിയുമ്പോഴേക്കും ഇവർ പോയി കഴിയുമ്പോൾ അനാമിക പയ്യെ വരുക കേട്ടോ ദേവയാനിയുടെ അടുത്തേക്ക്. ദേവയാനിയുടെ അടുത്ത് വരുമ്പോഴേക്കും ദേവയാനി പറയുക, ഇവിടെ നിന്ന് ട്രിപ്പ് പോകേണ്ടതൊക്കെ മോളാണ്, അങ്ങനെ മോളെ വിഷമിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ആരും ട്രിപ്പ് പോകണ്ട, തൽക്കാലം അവനെന്തായാലും ശബരിമലയ്ക്ക് പോട്ടെ, അതേലും നടക്കട്ടെ എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ആദർശം നയനയോടെ മുറിയിലോട്ട് പോകുമ്പോൾ ആദർശം പറയുകയാണ്, ഇതെന്ത് വിധിയായത് എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുകയാണ്, അതൊന്നും സാരമില്ല, എൻ്റെ മനസ്സിലെന്തോ ഈ യാത്ര പോയി വന്നു കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ്റെ അസുഖം മാറും എന്ന് തന്നെ തോന്നുക, അതുകൊണ്ട് ആദർശേട്ടൻ എന്തായാലും അതൊന്നും ഓർക്കാണ്ട് പോകണം, നാളെ രാവിലെ ക്ഷേത്രത്തിൽ മാലയിടാൻ പോകുമ്പം ഞാനും വരാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരത്തെ ആദർശനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നയന നിൽക്കുവാണ്. അത് കണ്ടുകൊണ്ട് ദേവയാനി ആ വഴിക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി പറയുകയാണ്, നയനയ്ക്ക് എന്താ തീരെ ബോധമില്ലേ, നാളെ ഇവ മാല ഇടണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശം നയനെ മാല ഇട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാം, പണ്ടൊക്കെ പർണശാല കെട്ടിയ ആൾക്കാർ മാറി താമസിക്കുമായിരുന്നു, എന്തായാലും നാളെ തൊട്ട് നയന ഈ മുറി കിടക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ് ദേവയാനോട് ചോദിക്കുന്നുണ്ട്, അതെന്തിനമ്മേ, അവിടെ താഴെ കിടന്നോളും, ഞാനിവിടെ കട്ടിലെ കിടന്നോളാം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നയനയും പറയുക, ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ, ആദർശേട്ടൻ ക്ഷേത്രത്തിൽ പോയി വരുന്നോളം വരെ എന്തെന്ന് വെച്ചാൽ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനി പറയുകയാണ്, അതൊക്കെ എനിക്കറിയാം, ഞാനിപ്പോൾ കണ്ടതാണല്ലോ നീ എങ്ങനെയാണ് നോക്കിയും കണ്ടും ഓരോന്ന് ചെയ്യുന്നതെന്ന്, എന്തായാലും നിങ്ങളുടെ പദ്ധതി ഒന്നും നടക്കില്ല, രണ്ടുപേരും മാറി കിടന്നേച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശം പറയുകയാണ്, അമ്മ എന്തിനാണ് എപ്പോഴും അവളോട് ദേഷ്യപ്പെടുന്നത്, അവളൊന്നും അല്ല ഒന്നിനും കാരണം, അവളെല്ലാം ട്രിപ്പ് പോകണമെന്ന് പോലും പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയുകയാണ്, കുഴപ്പമില്ല, നീ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാല ഇടുമല്ലോ, മാല ഇടാൻ നേരത്തെ എന്തായാലും ഇതുപോലെ ഓരോ കള്ളങ്ങൾ ഭാര്യയെ രക്ഷിക്കാനാണെങ്കിൽ പോലും പറയരുതെന്ന് പറഞ്ഞ് ഒരു കണക്കിന് അവിടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, എന്ത് വിധിയായത് എന്നിങ്ങനെ നയനോട് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ല ആദർശേട്ടാ, ഒരു കുഴപ്പമില്ല, നല്ല രീതിക്ക് പോയിട്ട് വരാൻ നോക്ക്, മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുവാണ്.
അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നയന ഒരു ജ്യൂസൊക്കെ ആയിട്ട് നവ്യയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും നവ്യ വീട്ടിൽ പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നയനോട് ചോദിക്കുകയാണ്, എന്തായി, നാളെ പോകാനുള്ളതൊക്കെ എടുത്തു വെച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആ യാത്ര നടക്കുമെന്ന് തോന്നിയില്ല. ആദർശേട്ടൻ്റെ അമ്മയ്ക്കൊരു നേർച്ചയുണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ അസുഖം കുറയാൻ വേണ്ടിയിട്ട് ആദർശേട്ടനെ 41 ദിവസം നോയമ്പെടുത്ത് വ്രതം എടുത്ത് ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന്. അപ്പം